എൻ്റെ പേര് രാധിക രാജൻ. ഇത് എൻ്റെ ഹസ്ബൻഡ്. ഇത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ. ഞാനിവിടെ എനിക്ക് അമ്മ മാതാവ് മാധ്യസ്ഥം അപേക്ഷിച്ചത് വഴി ഈശോയിലൂടെ എനിക്ക് ലഭിച്ച ഒരുപാട് രോഗസൗഖ്യങ്ങളും ഉണ്ട്. അതുപോലെ വേറെ ഒത്തിരി എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ വരുന്നത് ചെങ്ങന്നൂർ താലൂക്കിലുള്ള പുലിയൂർ പഞ്ചായത്തിൽ ഇലഞ്ഞിമേൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ എനിക്ക് ഇവിടുത്തെ യൂട്യൂബിൽ അമ്മ മാതാവിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്കും ഭർത്താവിനും ഷെയർ ചെയ്യുമായിരുന്നു. എൻ്റെ നാത്തൂൻ ഡൽഹിയിലാണ്, നേഴ്സാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാനൊരു അക്രൈസ്തവയാണ്. ഞങ്ങൾ അപ്പോഴൊക്കെ അതൊന്നും ഓണാക്കി നോക്കിയിട്ടൊന്നുമില്ല. അതെല്ലാം അപ്പം തന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ അങ്ങനെ അതൊന്നും ഞങ്ങൾ ഓണാക്കി നോക്കിയിട്ടില്ല. കാരണം ഞാനൊരു അക്രൈസ്തവ, ഞാൻ ദേശദേവത അവിടെ അമ്പലത്തിൽ പോവുക അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഹാളിൽ സെറ്റിയിൽ ഇങ്ങനെ ഇവിടുത്തെ ഒരു പത്രം കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെവിടെ നിന്ന് ഈ പത്രം? അപ്പം പറഞ്ഞു, മോനെ ഇവിടെ അടുത്തൊരു ചേച്ചിക്ക് അവിടെ പോയി കുഞ്ഞുണ്ടായി, അവൾ കൊണ്ടിട്ടതാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ ഇടുന്നതെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം കീറിയില്ല, പക്ഷെ ചുരുട്ടിക്കൂട്ടി ഞാൻ എറിഞ്ഞു. പക്ഷെ ചെയ്തത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് ഒരു തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നുകയും എനിക്ക് ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആദ്യമായിട്ട് എനിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത്. അതിൻ്റെ അപ്പുറം ഇറിഗേഷൻ കനാലാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ ഇറിഗേഷൻ്റെ ഞങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത് അത് അവരുടെ കനാലിൻ്റെ വസ്തുവിലൂടെ ചേർന്നാണെന്നും പറഞ്ഞ് അവർ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ചായത്തിലൊക്കെ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആകപ്പാടെ ഒരു ധർമ്മസങ്കടത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ മകളുടെ അസുഖം ഭേദമായത് കൃപാസനത്തിൽ പോയാൽ നീ ഒരു കാര്യം നീ വിശ്വസിക്കേണ്ട, നീ അവിടെ പോകണ്ട, നിനക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയെങ്കിലും നീ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് എന്നും പറഞ്ഞൊരിതുണ്ട്. അത് ഗൂഗിൾ എടുത്ത് നീ ചെയ്താൽ മതി, നീ പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് അത് കേൾക്കും, നിനക്ക് വിശ്വാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം, നിനക്ക് ആ കാര്യം സാധിച്ചാൽ നീ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, എനിക്കത് സാധിച്ചു തന്നാൽ ഞാൻ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു.